അയോധ്യയിലേക്ക് ഉള്ള യാത്ര. മന്നവൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചിതു, പിന്നെ വിഭീഷണനായ ഭക്തൻ മുതാ. ദാസനാമെന്നെ കുറിച്ചു വാത്സല്യമുണ്ടേതാനുമെങ്കിൽ അത്രൈവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗളസ്നാനവുമാചരിച്ചിടണം. മേളമായിന്നു വിരുന്നും കഴിഞ്ഞിങ്ങ് നാളെ അങ്ങോട്ടെഴുന്നള്ളിയിടുകയുമാം എന്നു വിഭീഷണൻ ചൊന്നതു കേട്ടുടൻ മന്നവർ താനുമരുൾ ചെയ്തു. സോദരനായ ഭരതൻ അയോധ്യയിലാധിയും പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കുന്നിത്. ഞാൻ അവൻ തന്നോടു കൂടിയൊഴിഞ്ഞലങ്കാരങ്ങളൊന്നും അനുഷ്ഠിക്കയെന്നുള്ളതില്ലടോ. ചെന്നൊരു രാജ്യത്തിൽ വാഴുകയെന്നുള്ളതും സ്നാനാസനാദികളാചരിക്കുന്നതും നൂനം അവനോടു കൂടിയേയാവിത് എന്ന് 14 സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്ത് അവൻ വാഴുന്നു. ചെന്നീല ഞാൻ അന്നു തന്നെ, എന്നാലവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റേന്നാൾ എന്നതുകൊണ്ട് ഉഴറുന്നിതു ഞാനിഹ. വന്നു സമയവും ഏറ്റമടുത്തങ്ങ് ചെന്നുകൊള്ളുവാൻ പണിയുണ്ട്. അതിൻ മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായ്കയുമല്ലമേ സൽക്കരിച്ചിടു നീ സത്വരമെന്നുടെ മർക്കടവീരരെയൊക്കവേ സാദരം. പ്രീതി അവർക്കു വന്നാൽ എനിക്കും വരും പ്രീതി, അതിനൊരു ചഞ്ചലമില്ല കേൾ. എന്നെ കനിവോടു പൂജിച്ചതിൻ ഫലം വന്നുകൂടും കപിവീരരെ പൂജിച്ചാൽ. പാനാശന സ്വർണരത്നാംബരങ്ങളാൽ വാനരന്മാർക്കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്ന് രാജീവനേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോധ്യയ്ക്കെഴുന്നള്ളുവാനിഹ. പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ. രാത്രിഞ്ചരാധിപൻ യുദ്ധമുണർത്തിച്ച വാർത്ത കേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്തു നീ വരുത്തിയിടുകെന്നാനത പൗലസ്ത്യയാനവും വന്നു വന്ദിച്ചിതു. ജാനകിയോടും അനുജനോടും ചെന്ന മാനവവീരൻ വിമാനവുമേറിനാൻ. അർക്കാത്മജാതി കവിവരന്മാരോടും നക്തഞ്ചരാധിപനോടും രഘുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തിതാദരാൽ മന്ദേതരം ഞാൻ അയോധ്യയ്ക്കു പോകുന്നു. മിത്രകാര്യം കൃതമായതു നിങ്ങളാൽ ശത്രുഭയമിനി നിങ്ങൾക്കകപ്പെടാ. മർക്കട രാജാ സുഗ്രീവ മഹാമതേ കിഷ്കിന്ധയിൽ ചെന്നു വാഴുക നീ സൗഖ്യമായി. ആശരാധീശ വിഭീഷണ ലങ്കയിലാശുപോയി വാഴുക നീയും ബന്ധുവർഗവും. കാകുൽസന്നിദ്ധമരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവർകളും ചൊല്ലിനാർ. ഞങ്ങളും കൂടെ വിടകൊണ്ട് അയോധ്യയിലങ്ങ് കൗസല്യാദികളെയും വന്ദിച്ച് മംഗലമമ്മാർ അഭിഷേകവും കണ്ട് തങ്ങൾക്കുള്ള വിടവാണിടുവാനുണ്ടാക വേണം. തിരുമനസ്സെങ്കിലേ കുണ്ഠത ഞങ്ങൾക്കു തീരൂ ജഗത്പ്രഭോ. അങ്ങനെ തന്നെ നമുക്കും അഭിമതം, നിങ്ങൾക്കും അങ്ങനെ തോന്നിയതദ്ഭുതം. എങ്കിലോ വന്നു വിമാനമേറിയിടുവിൻ. സങ്കടമെന്നിയേ മിത്രവിയോഗജം സേനയാ സാർദ്ധം നിശാചരരാജനും വാനരന്മാരും വിമാനമേറിയിടിനാർ. സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസസമാനം സമുത്പതിച്ചു. തഥാ നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയായുക്തനാം രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചിദംബരാന്തേ. തഥാ മിത്രബിംബം കണക്കെ ധനദാസനം ഉത്സംഗസീം നിവിന്യസ്യ സീതാം ഭക്തവത്സലൻ ആലുദിക്കും പുനരാലോക്യ വത്സേ ജനകാത്മജേ ശൃണുവല്ലഭേ സൽസേവിതേ സരസീരുഹലോചനെ
പശ്യ ത്രികൂടാചലോത്തമാംഗസ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണം കാൺകതിലിംഗ ശോണിതകർദമമാംസാസ്തി പൂർണ്ണം ഭയങ്കരം. അത്രൈവ വാനര രാക്ഷസന്മാർ തമ്മിലെത്രയും ഘോരമായുണ്ടായി സങ്കരം. അത്രൈവ രാവണൻ വീണു മരിച്ചിതന്നസ്ത്രമേറ്റുത്തമേ. നിന്നുടെ കാരണം കുംഭകർണൻ മകരാക്ഷനും എന്നുടെ അമ്പുകൊണ്ടത്ര മരിച്ചിതു വല്ലഭേ. വൃത്രാരിജിത്തുമതികായനും പുനരത്ര സൗമിത്രി തന്നസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചിതു പിന്നെയും. മറ്റുള്ള ഗൗണപന്മാരെ കവികൾ കൊന്നിടിനാർ. സേതു ബന്ധിച്ചതും കാണടോ സാഗരേ. ഹേതു ബന്ധിച്ചത് അതിന് നീയല്ലയോ. സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ. പഞ്ചപാതകനാശനം ത്രൈലോക്യപൂജിതം. കണ്ടാലുമുണ്ടാം ദുരിത വിനാശനം. കണ്ടാലും അങ്ങതിനത്ര രാമേശ്വരം. എന്നാൽ പ്രതിഷ്ഠിതനായ മഹേശ്വരൻ പന്നകഭൂഷണൻ തന്നെ വണങ്ങു നീ. അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചിത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ. പുഷ്കരനേത്രേ പുരോഭുവി കാണടോ കിഷ്കിന്ധയാകും കപീന്ദ്രപുരീമിമാം. ശ്രുത്വാ മനോഹരം ഭർതൃവാക്യം മുതാ പൃഥ്വീസുതയും അപേക്ഷിച്ചിതന്നേരം. താരാദിയായുള്ള വാനര സുന്ദരിമാരെയും കണ്ടങ്ങ് കൊണ്ടുപോയിടണം. കൗതൂഹലം അയോധ്യാപുരിവാസിനാം ചേതസി പാരമുണ്ടായി വരും നിർണയം. വാനരവീരരുമൊട്ടുനാളുണ്ടല്ലോ മാനിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു. ഭർതൃവിയോഗജ ദുഃഖം ഇന്നെന്നോളമിത്രിലോകത്തിങ്കലാരറിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം. രാഘവൻ ത്രൈലോക്യനായകൻ തന്നിലുള്ള ആകൂതം അപ്പോൾ അറിഞ്ഞു. വിമാനവും ക്ഷോണീതലം നോക്കി മന്ദമന്ദം തഥാ താണതു കണ്ടരുൾ ചെയ്തു രഘൂത്തമൻ. വാനരവീരരെ നിങ്ങൾ നിജ നിജമാനിനിമാരെ വരുത്തുവിനേവരും. മർക്കടവീരരതു കേട്ടു മോദേന കിഷ്കിന്ധപുക്ക് നിജാങ്കനമാരെയും പോകെന്നു ചൊല്ലി വിമാനം കരേറ്റിനാർ. ശാഖാമൃഗാധിപന്മാരും കരേറിനാർ. താരാർമകളായ ജാനകി ദേവിയും താരാരുമാദികളോടും മോദാന്വിതം ആലോകനാലാപമന്ദഹാസാദി ഗാഠാലിംഗന ഭ്രൂചലനാദികൾ കൊണ്ട് സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പൂണ്ട് തിരിച്ചു വിമാനവും. വിശ്വൈകനായകൻ ജാനകിയോട് അരുളി ചെയ്തിത് പരമാനന്ദ സംയുതം. പശ്യ മനോഹരേ ദേവി വിചിത്രമാമൃഷ്യമൂകാചലമുത്തുംഗമെത്രയും. അത്രൈവ വൃത്രാരിപുത്രനെ കൊന്നതും മുഗ്ധാംഗി പഞ്ചവടി നാമിരുന്നേടം വന്ദിച്ചു കൊൾക. അഗസ്ത്യാശ്രമം ഭക്തി പൂണ്ടിന്ദീവരാക്ഷി സുതീക്ഷ്ണാശ്രമത്തെയും. ചിത്രകൂടാചലം പണ്ടു നാം വാണേടമത്രൈവ കണ്ടു. ഭരതനെ നാമെടോ ഭദ്രേ മുതാ ഭരദ്വാജാശ്രമം കാൺക. ശുദ്ധികരം യമുനാതട ശോഭിതം ഗംഗാ നദി അതിന്നങ്ങേതതിന്നങ്ങ്. ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ പിന്നെ സരയൂ നദി അതിന്നെ അങ്ങേത്. ധന്യം അയോധ്യ നഗരം മനോഹരേ. യുദ്ധമരുൾ ചെയ്ത നേരത്ത് രാഘവൻ ചിത്തമറിഞ്ഞാശു താണു വിമാനവും. വന്ദിച്ചിതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രനും. രാമനും ചോദിച്ചിതപ്പോൾ അയോധ്യയിലാമയമേതുമൊന്നില്ലയല്ലീ മുനെ. മാതൃജനത്തിനും സൗഖ്യമല്ലീ മമ സോദരന്മാർക്കും ആചാര്യജനത്തിനും. താപസശ്രേഷ്ഠൻ അരുൾ ചെയ്തിതന്നേരം താപമൊരുവർക്കുമില്ല അയോധ്യാപുരേ. നിത്യം ഭരതശത്രുഘ്നകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ച് ഭക്ത്യാ ജഡാവൽക്കലാദികളും പൂണ്ട് സത്യസ്വരൂപനാം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ച് മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം അതിങ്കൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്നിതെപ്പോഴും ത്വൽസപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നിത്.
ചിൽപുരുഷ പ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ. സീതാഹരണവും സുഗ്രീവ സഖ്യവും യാതുധാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കവേ ആദിമധ്യാന്തമില്ലാതെ പരബ്രഹ്മമേതും തിരിക്കരുതാതൊരു വസ്തു നീ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രദൻ നിന്തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി. സീതയാകുന്നതും ലക്ഷ്മണനായതനന്തൻ ജഗത് പ്രഭോ. ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്നയോധ്യാപുരം ബുക്കീടടുത്ത നാൾ. കർണാമൃതമാം മുനിവാക്കു കേട്ടുപോയി പർണശാല മകം ബുക്കിതു രാഘവൻ. പൂജിതനായി ഭ്രാതൃഭാര്യ സമന്വിതം രാജീവനേത്രനും പ്രീതി പൂണ്ടിടിനാൻ. ഹനുമത് ഭരത സംവാദം പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചതാ. ചൊന്നാനനിലാത്മജനോട് രാഘവൻ ചെന്നയോധ്യാപുരം പ്രാപിച്ച് സോദരൻ തന്നെയും കണ്ട വിശേഷമറിഞ്ഞു നീ വന്നിടുക. എന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനെയും ചെന്നു കണ്ടേകാന്തമായറിയിച്ചിടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്ന നന്ദിഗ്രാമം ഉൾപ്പൊക്ക ഭക്തനായിടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വെച്ചു പൂജിച്ച നാരദം ചേതസാരാമനെ ധ്യാനിച്ചു. ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ച് കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ട് മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. ആരുമില്ലിത്ര ഭക്തന്മാർ അവനിയിൽ എന്ന് കൽപ്പിച്ച് വണങ്ങി വിനീതനായി നിന്ന് മധുരമാറു ചൊല്ലിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്നു ദേവിയെയും വീണ്ടു ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ. ശോകവും തീർന്നു വസിക്കാമിനിച്ചിരം. യുദ്ധമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരം ആശ്വസ്തനായ നേരം പുനരുദ്ധായ ഗാഠമായ ലിംഗനം ചെയ്തു. വാനരവീര ശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിത്. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവം എന്നെക്കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും. ചൊല്ലിയിടടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥന് വാനരന്മാരോടു കാനനെ സംഘമുണ്ടായതെങ്ങനെ. മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഗമമുണ്ടായതെങ്ങനെ. വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ യാതുധാനാധിപനാകിയ രാവണൻ. ഇത്തരം ചോദിച്ച രാജകുമാരനോടുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങളച്ചിത്രകൂടാചലത്തിങ്കിൽ നിന്നാധി കലർന്ന് പിരിഞ്ഞ നാൾ ആദിയായി ഇന്നോളമുള്ളോരവസ്ഥകളാദരം ഉൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ട് ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നുപോം വിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം പരം. ശത്രുഘ്നമിത്രഭൃത്യാമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തുകൊണ്ടിടിനാർ. അയോധ്യാപ്രവേശം. ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം
പൂജ്യനാം നാഥനെഴുന്നള്ളുന്നേരത്ത് രാജ്യമലങ്കരിക്കണമെല്ലാടവും ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയുമുണ്ടാക്കണം. സൂതവൈതാളിക വന്ദി സ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം. പാദ്യാദികളും ഒരുക്കണമേവരും രാജധാരങ്ങളമാത്യജനങ്ങളും വാജി ഗജരഥപങ്ക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണം എല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങളാബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന് വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തത്പുരം ചിത്രമാം മാറങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്ന പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ. വരണേന്ദ്രന്മാരൊരു 10,000 തേരും ഔവണ്ണം 10,000 100,000 ദുരകങ്ങളുണ്ട് 500,000 കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴറിനാർ. പാതുകാം മൂർധനി വെച്ച് ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ആദര ഉൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണായി ചമഞ്ഞിതു ദൂരെ മനോഹരം. പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദനേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപമുഖ്യമായുള്ളൊരു സൈന്യ സമന്വിതം കണ്ടുകൊള്ളിൻ. പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘനമഭ്രദേശത്തോളം ഉത്പതിച്ചു ബലാൽ. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗ ആരവ കോലാഹലം പറയാവതല്ലേതുമേ. വാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിരാരേവരും. ചാരുവിമാനാഗ്രസംസ്ഥിതനാം ജഗത്കാരണബോധനെ കണ്ടു ഭരതനും മേരുമഹാഗിരിമൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ചിത്പുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം. ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുത്സംഗസീമ്നി ചേർത്തിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും. വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്നപൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാൻ. ആശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിയിടിനാനാദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവനങ്കദൻ ജാമ്പവാൻ നീലനും ഉഗ്രനാം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ വനസനം ശൂരൻ വിനതൻ വികടൻ രതിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാദനൻ കേസരി. മറ്റുമേവം കവിനായകന്മാരെയും മുറ്റും ആനന്ദേന ഗാഠം പുണർന്നിതു മാരുതിവാച. ഭരതകുമാരനും പൗരുഷവേഷം ധരിച്ചാർ കവികളും. പ്രീതിപൂർവം കുശലം വിചാരിച്ച് അതിമോദം കലർന്നു വസിച്ചാരവർകളും. സുഗ്രീവനെ കനിവോട് പുണർന്നത ഗദ്ഗദവാച പറഞ്ഞു ഭരതനും. നൂനം ഭവൽ സഹായേന രാജ്യകുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും 4 സുതന്മാർ ദശരഥ ഭൂപനിക്കാലം 5-മനായി ചമഞ്ഞു ഭവാൻ.
പഞ്ചമഭ്രാതാ ഭവാനിനി ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്നറികടോ. ശോകാതുരയായ കൗസല്യ തൻപദം രാഘവൻ ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞു പുണർനാൾ ഉടൻ മുലപ്പാലും ചുരന്നിതു മാതാവിനന്നേരം. കൈകേയിയാകിയ മാതൃപദത്തെയും കാകുൽസ്ഥനാശു സുമിത്രാപദാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ച് അവരും അണച്ചു തഴുകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാൻ. ഉൾക്കാമ്പഴിഞ്ഞു പുണർന്നാരവർകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ച് മോദമുൾക്കൊണ്ടു പുണർന്നാരവർകളും സുഗ്രീവനാദികളും തൊഴുതിയിടിനാനഗ്രേ. വിനീതയായി നിന്നിതു താരയും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞ് തത്പാതുക ദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്തു പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ. രാജ്യം ത്വയാ ദത്തമെങ്കൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാതരാൽ. ഇന്ന് മജ്ജന്മം സഫലമായി വന്നിത് ധന്യനായേനടിയനിന്ന് നിർണയം വന്ന് മനോരഥമെല്ലാം സഫലമായി വന്നിതു മൽക്കർമ്മ സാഫല്യവും പ്രഭോ. പണ്ടേതിലിന്ന് 10 മടങ്ങായോ ഉടനുണ്ടിഹ രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാർത്തു കാണൂനമില്ലാതെ 10 മടങ്ങുണ്ടല്ലോ. നിന്നുടെ കാരുണ്യമുണ്ടാക കൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലൊട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാൻ. ഇനി മറ്റേതുമാലംബനമില്ല കാരുണ്യവാരിധേ. രാജ്യാഭിഷേകം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും ഭാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനും അന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നഥ മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ചിൽപുരുഷൻ അരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ വന്നേടു. ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്കയും ഇല്ലൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ട് വന്ദിച്ചു പോയി ചെന്നളകാപുരിപുക്കു വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യപാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്ത് മഹാസനമാശു കൊടുത്ത് വസിഷ്ഠമുനീന്ദ്രനും ദേശികാനുജ്ഞയാ ഭദ്രാസനെ ഭുവി ദാശരഥിയും ഇരുന്നരുളിയിടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദിമഹാമുനിവർഗവും ഭൂമി ദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലം എന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണനവ്യയൻ ചിന്മയൻ ജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയാ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെ അങ്ങവർ ചൊന്നതു കേട്ടളവ് ഇംഗിതജ്ഞൻ മന്ദഹാസപുരസ്സരം. മനസ്സേ ഖേദമുണ്ടാകരുതാർക്കുമേ, ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിലതിനൊരു കീടുകെല്ലാമെന്ന് പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായ ശത്രുഘ്നനും തഥാ ശ്മശ്രു നികൃന്തകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാരാനന്ദചേതസ. ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോപരനും ദിവാകരപുത്രനും മുമ്പേ ജഡാഭാരശോധനയും ചെയ്ത്
സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ട് മാല്യാനുലേപാതി അലങ്കാരങ്ങളാണ്ട് കുതൂഹലം കൈക്കൊണ്ട നാരദം ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതിമുദാം. വാനരനാരീജനത്തിനും കൗസല്യദാനാദരാൽ അലങ്കാരങ്ങൾ നൽകിനാൾ. അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനുവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും അംഗദവീരനും മാരുതിതാനും വിഭീഷണനും തഥാ ദിവ്യാംബരാഭരണാദി അലങ്കാരേണ ദിവ്യ ഗജാശ്വരഥങ്ങളിൽ അമ്മാറുനാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവഭഗ്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ നാരദം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ. സാരഥ്യവേല കൈക്കൊണ്ടാർ ഭരതനും ചാരുവെഞ്ചാമരം നക്തഞ്ചരേന്ദ്രനും. ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും മീനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണമെഴുന്നള്ളുന്നേരത്ത് രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷമാലോക്യ നാരീജനം ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്ന് ഉള്ളിൽ മോഹപരവശമാരായി മരുവിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്ദിരതുല്യമാം താതാലയം കണ്ടു വന്ദിച്ചകമ്പുക്ക് മാതാവ് തൻപദം വന്ദിച്ചിതന്യ പിതൃപ്രിയമാരെയും പ്രീത്യാ ഭരതകുമാരനോടന്നേരം ആസ്തയാ ചൊന്നാനവിളംബിതം. ഭവാൻ ഭാനുതനയനും നക്തഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന് ഓരോ ഗൃഹങ്ങളിലാക്കുക വേണം അവരെ വിരയെ നീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും ചെന്ന് അവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോട് പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമമ്മാറു നീ കഴിച്ചിടണം അംഗദനാദികളോടും യഥാവിധി. 4 സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാമ്പവാനും മരുത്പുത്രനും അംഗദൻ താനും സുഷേണനും വൈകാതെ സ്വർണകലശങ്ങൾ തന്നിൽ മലയജപർണേന വായ്ക്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരിക എന്നയച്ചോരളവ് അവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാദിയാം അന്യതീർത്ഥങ്ങളിലുള്ള സലിലവുമൊക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ. തൽക്ഷണേ ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്ത് പത്നിയെയും വാമഭാഗേ വിനിവേശ്യ വാമദേവൻ മുനിജാബാലി ഗൗതമൻ വാത്മീകി എന്നവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതോ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ദേശികൻ ബ്രാഹ്മണ ശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്ക് അഭിഷേകവും ചെയ്തിതു. പൊന്നിൻ കലശങ്ങളായിരു 1008 അന്യോന്യ ശോഭം
ജപിച്ചാർ മറകളും. നക്തഞ്ചരേന്ദ്രനും വാനരവീരരും രത്നദണ്ഡം പൂണ്ട ചാമരം വീരാർ. ശത്രുഘ്നവീരൻ കുട പിടിച്ചിടിനാർ. ക്ഷത്രിയ വീരരുപചരിച്ചിടിനാർ. ലോകപാലന്മാരുപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥന്. സർവരത്നോജ്വലമായ ഹാരം ഉർവീശ്വരനും അലങ്കരിച്ചിടിനാൻ. ദേവ ഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്ത്യാ പുഷ്പവൃഷ്ടിയും ചെയ്ത് കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. സ്നിഗ്ധ ദൂർവാദള ശ്യാമളം കോമളം പത്മപത്രേക്ഷണം സൂര്യകോടിപ്രഭം ഹാരകിരീട വിരാജിതം രാഘവം മാരസമാന ലാവണ്യം മനോഹരം പീതാംബര പരിശോഭിതം ഭൂധരം സീതയാ വാമാംഗസംസ്ഥയാ രാജിതം രാജരാജേന്ദ്രം രഘുകുലനായകം രാജീവബാന്ധവ വംശസമുദ്ഭവം രാവണനാശനം രാമം ദയാപരം സേവകാഭീഷ്ടതം സേവ്യമനാമയം ഭക്തി കൈക്കൊണ്ട് ഉമാദേവിയോടും വന്ന് ഭർഗനും അപ്പോൾ സ്തുതിച്ചു തുടങ്ങിനാൻ. രാമായ ശക്തിയുക്തായ നമോ നമ ശ്യാമള കോമളരൂപായ തേ നമ കുണ്ടലിനാഥ തൽപ്പായ നമോ നമ കുണ്ടലമണ്ഡിതഗണ്ഡായ തേ നമ ശ്രീരാമദേവായ സിംഹാസനസ്ഥായ ഹാരകിരീടധരായ നമോ നമഃ ആദിമധ്യാന്തഹീനായ നമോ നമോ വേദസ്വരൂപായ രാമായ തേ നമ വേദാന്തവേദ്യായ വിഷ്ണവേ തേ നമോ വേദജ്ഞവന്ദ്യായ നിത്യായ തേ നമ ചന്ദ്രചൂടൻ പുകഴ്ന്നോരു നേരം വിബുധേന്ദ്രനും ഭക്ത്യാ പുകഴ്ത്തി തുടങ്ങിനാൻ. ബ്രഹ്മവരം കൊണ്ടഹങ്കൃതനായൊരു ദുർമതമേറിയ രാവണ മൽപദം എല്ലാം അടക്കിനാൻ. കസ്മലൻ തൽപുത്രൻ എന്നെ ബന്ധിച്ചു മഹാരണേ ത്വൽപ്രസാദത്താൽ അവൻ മൃതനാകയാൽ ഇപ്പോൾ എനിക്ക് ലഭിച്ചിതു സൗഖ്യവും. അന്നന്നിവണ്ണം ഓരോ തരമാപത്തു വന്നാലതും തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ ഇത്ര കാരുണ്യം ഒരുത്തർക്കുമില്ലെന്നതുത്തമ പുരുഷ ഞാൻ പറയണമോ. എല്ലാം ഭവൽക്കരുണാബലമെന്നി മറ്റില്ലൊരാലംബനം നാഥ നമോസ്തുതേ. ആദിത്യരുദ്രവസുപ്രമുഖന്മാരും ആതിഥേയോത്തമന്മാരും അതുനേരം ആശരവംശവിനാശനാകിയ ദാശരഥിയെ വെവ്വേറെ പുകഴ്ത്തിനാർ. യജ്ഞഭാഗങ്ങളെല്ലാം അടക്കിക്കൊണ്ടാൻ അജ്ഞാനിയാകിയ രാവണരാക്ഷസൻ. തൊൽക്കടാക്ഷത്താൽ അതൊക്കെ ലഭിച്ചിത് ദുഃഖവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. ത്വൽപാദപത്മം ഭജിപ്പതിനെപ്പോഴും ചിൽപുരുഷ പ്രഭോ നൽകിയിടനുഗ്രഹം. രാമായ രാജീവനേത്രായ ലോകാഭിരാമായ സീതാഭിരാമായ തേ നമഃ. ഭക്ത്യാ പിതൃക്കളും ശ്രീരാമഭദ്രനെ ചിത്തമഴിഞ്ഞു പുകഴ്ന്നു തുടങ്ങിനാർ. ദുഷ്ടനാം രാവണൻ നഷ്ടനായാനിന്ന് തുഷ്ടരായി വന്നിതു ഞങ്ങളും ദൈവമേ. പുഷ്ടിയും വാച്ചിത് ലോകത്രയത്തിങ്കൽ ഇഷ്ടിയുമുണ്ടായിതിഷ്ടലാഭത്തിനാൽ പിണ്ടോദകങ്ങൾ ഉദിക്കായ കാരണം ദണ്ഡവും തീർന്നിതു ഞങ്ങൾക്കു ദൈവമേ. യക്ഷന്മാരൊക്കെ സ്തുതിച്ചാരനന്തരം രക്ഷോ വിനാശനനാകിയ രാമനെ രക്ഷിതന്മാരായി ചമഞ്ഞിതു ഞങ്ങളും രക്ഷോവരനെ വധിച്ച മൂലം ഭവാൻ. പക്ഷീന്ദ്രവാഹന പാപവിനാശന രക്ഷ രക്ഷ പ്രഭോ നിത്യം നമോസ്തുതേ. ഗന്ധർവസംഘവുമൊക്കെ സ്തുതിച്ചിതു പങ്ക്തികണ്ഠാന്തകൻ തന്നെ നിരാമയം. അന്ധനാം രാവണൻ തന്നെ ഭയപ്പെട്ട് സന്തതം ഞങ്ങൾ ഒളിച്ചു കിടന്നതും ഇന്നു തുടങ്ങി തവ ചരിത്രങ്ങളും നന്നായി സ്തുതിച്ചു പാടിക്കൊണ്ടനാരദം സഞ്ചരിക്കാമിനി കാരുണ്യവാരിധേ. നിൻ ചരണാംബുജം നിത്യം നമോ നമഃ.
കിന്നരന്മാരും പുകഴ്ന്നു തുടങ്ങിനാർ. മന്നവൻ തന്നെ മനോഹരമാം വണ്ണം ദുർനയമേറിയ രാക്ഷസരാജനെ കൊന്നുകളഞ്ഞുടൻ ഞങ്ങളെ രക്ഷിച്ച നിന്നെ ഭജിപ്പാൻ അവകാശമുണ്ടായി വന്നതും നിന്നുടെ കാരുണ്യ വൈഭവം. പന്നകതൽപേ വസിക്കും ഭവൽപദം വന്ദാമഹേ വയം കിം പുരുഷന്മാർ പരം പുരുഷൻ പദം സംഭാവ്യ ഭക്ത്യാ പുകഴ്ന്നാരതിദ്രുതം കമ്പിതന്മാരായി വയം ഭയം പൂണ്ടൊളിച്ചെൻ പോറ്റി രാവണനെന്നു കേൾക്കുന്നേരം അമ്പരമാർഗേ നടക്കുമാറില്ലിനി നിൻ പാദപത്മം ഭജിക്കായി വരേണമേ. സിദ്ധസമൂഹവും അപ്പോൾ മനോരഥം സിദ്ധിച്ച മൂലം പുകഴ്ത്തി തുടങ്ങിനാർ. യുദ്ധേ ദശഗ്രീവനെ കൊന്നു ഞങ്ങൾക്കു ചിത്തഭയം തീർത്ത കാരുണ്യവാരിധേ രക്താരവിന്ദാഭ പൂണ്ട ഭവത്പദം നിത്യം നമോ നമോ നിത്യം നമോ നമഃ. വിദ്യാധരന്മാരും അത്യാദരം പൂണ്ടു ഗദ്യപദ്യാദികൾ കൊണ്ട് പുകഴ്ത്തിനാർ. വിദ്വത് ജനങ്ങൾക്കുമുള്ളിൽ തിരിയാത തത്വാത്മനേ പരമാത്മനേ തേ നമഃ. ചാരുരൂപം തേടും അപ്സരസാം ഗണം ചാരണന്മാരുരകന്മാർ മരുത്തുക്കൾ തുമ്പുരു നാരദ ഗുഹ്യക വൃന്ദവും അമ്പരചാരികൾ മറ്റുള്ളവർകളും സ്പഷ്ടവർണോദ്യൻ മധുരപദങ്ങളാൽ തുഷ്ട്യാ കനക്കെ സ്തുതിച്ചോരനന്തരം രാമചന്ദ്രാനുഗ്രഹേണ സമസ്തരും കാമലാഭേന നിജ നിജ മന്ദിരം പ്രാപിച്ച് താരകബ്രഹ്മവും ധ്യാനിച്ച് താപത്രയവും അകന്നു വാണിടിനാർ. സച്ചിത് പരബ്രഹ്മപൂർണം ആത്മാനന്ദം അച്യുതം അദ്വയം ഏകമനാമയം ഭാവനയാ ഭഗവത്പദാംഭോജവും സേവിച്ചിരുന്നാർ ജഗത്രയവാസികൾ. സിംഹാസനോപരി സീതയാ സംയുതം സിംഹപരാക്രമം സൂര്യകോടിപ്രഭം സോദര വാനര താപസ രാക്ഷസ ഭൂദേവവൃന്ദ നിഷേവ്യമാണം പരം രാമമഭിഷേക തീർത്ഥാർദ്രവിഗ്രഹം ശ്യാമളം കോമളം ചാമീകരപ്രഭം ചന്ദ്രബിംബാനനം ചാർവായതഭുജം ചന്ദ്രികാ മന്ദഹാസോജ്വലം രാഘവം ധ്യാനിപ്പവർക്ക് അഭീഷ്ടാസ്പദം കണ്ടാനന്ദം ഉൾക്കൊണ്ടിരുന്നിതെല്ലാവരും. വാനരാദികൾക്ക് അനുഗ്രഹം. വിശ്വംഭരാപരിപാലനവും ചെയ്ത് വിശ്വനാഥൻ വസിച്ചിടും ദശാന്തരെ സസ്യസമ്പൂർണയായി വന്നിതവനിയും ഉത്സവയുക്തങ്ങളായി ഗൃഹങ്ങളും വൃക്ഷങ്ങളെല്ലാം അതിസ്വാദു സംയുത പക്വങ്ങളോട് കലർന്നു നിന്നിടുന്നു. ദുർഗന്ധ പുഷ്പങ്ങൾ അക്കാലമൂഴിയിൽ സദ്ഗന്ധയുക്തങ്ങളായി വന്നിതൊക്കവേ 100,000 ദുരകങ്ങൾ പശുക്കളും 100,000 പുറം പിന്നെയും 30 കോടി സുവർണഭാരങ്ങളും സുബ്രാഹ്മണർക്ക് കൊടുത്തു രഘുത്തമൻ. വസ്ത്രാഭരണമാല്യങ്ങൾ അസംഖ്യമായി പൃഥ്വീസുരോത്തമന്മാർക്ക് നൽകിയിടിനാർ. സ്വർണരത്നോജ്വലം മാല്യം മഹാപ്രഭം വർണ്ണ വൈചിത്ര്യം അനഘമനുപമം ആദിത്യപുത്രനു നൽകിനാനാദരാൽ ആതിഥേയാധിപപുത്രതനയനും അംഗദദ്വന്ദ്വം കൊടുത്തോരനന്തരം മംഗലാപാംഗിയാം സീതയ്ക്കു നൽകിനാൻ. മേരുവും ലോകത്രയവും കൊടുക്കിലും പോരാ വിലയതിനങ്ങനെയുള്ളൊരു ഹാരം കൊടുത്തത് കണ്ട് വൈദേഹിയും ഭാരം പ്രസാദിച്ചു. മന്ദസ്മിതാന്വിതം കണ്ട ദേശത്തിങ്കിൽ നിന്നങ്ങെടുത്തിട്ട് 2 കൈകൊണ്ടും പിടിച്ചു നോക്കിയിടിനാൾ. ഭർതൃമുഖാബ്ജവും മാരുതി വക്ത്രവും മധ്യേ മണിമയമാകിയ ഹാരവും ഇംഗിതജ്ഞൻ പുരുഷോത്തമൻ അന്നേരം മംഗലദേവതയോടു ചൊല്ലിയിടിനാൻ. ഇക്കണ്ടവർകളിൽ ഇഷ്ടനാകുന്നതാര് ഉൾക്കമനത്തിൽ നിനക്കു മനോഹരെ നൽകിയിടവന് നീ മറ്റാരുമില്ല നിന്നാകൂതഭംഗം വരുത്തുവാനോമലേ എന്നതു കേട്ടു ചിരിച്ചു വൈദേഹിയും മന്ദം വിളിച്ചു ഹനുമാനു നൽകിനാൾ. ഹാരവും പൂണ്ട് വിളങ്ങിനാനേറ്റവും മാരുതിയും പരമാനന്ദ സംയുതം അഞ്ജലിയോടും തിരുമുമ്പിൽ നിന്നിടും അഞ്ജനാപുത്രനെ കണ്ടു രഘുവരൻ മന്ദമരികെ വിളിച്ചരുൾ ചെയ്തിതാനന്ദ പരവശനായി മധുരാക്ഷരം. മാരുതനന്ദന വേണ്ടും വരത്തെ നീ വീര
വരിച്ചുകൊള്ളുകേതും മടിയാതെ എന്നതു കേട്ടു വന്ദിച്ചു കവീന്ദ്രനും മന്നവൻ തന്നോടപേക്ഷിച്ചരുളിനാൻ. സ്വാമിൻ പ്രഭോ, നിൻ തിരുവടി തന്നുടെ നാമവും ചാരുചരിത്രവുമുള്ള നാൾ ഭൂമിയിൽ വാഴ്വാൻ അനുഗ്രഹിച്ചിടണം. രാമനാമം കേട്ടുകൊള്ളുവാൻ അനാരതം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാ വിഭോ. മറ്റു വരം മമ വേണ്ടാതയാനിധേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തിയും ഉണ്ടായിരിക്കണമെന്നതു കേട്ടൊരു പുണ്ടരീകാക്ഷൻ അനുഗ്രഹം നൽകിനാൻ. മൽക്കഥയുള്ള നാൾ മുക്തനായി വാഴ്ക നീ ഭക്തി കൊണ്ടേ വരൂ. ബ്രഹ്മത്വവും സഖേ ജാനകി ദേവിയും ഭോഗാനുഭൂതികൾ താനേ വരികെന്നനുഗ്രഹിച്ചിടിനാൾ. ആനന്ദബാഷ്പ പരീതാക്ഷനായവൻ വീണ നമസ്കൃത്യ പിന്നെയും പിന്നെയും രാമസീതാജ്ഞയാപാരം പണിപ്പെട്ട് രാമപാദാബ്ജവും ചിന്തിച്ചു ചിന്തിച്ചു ചെന്നു ഹിമാലയം പൊക്ക് തപസ്സിനായി. പിന്നെ ഗുഹനെ വിളിച്ചു മനുവരൻ, ഗച്ഛ സഖേ പുരം ശൃംഗിവേരം ഭവാൻമച്ചരിത്രങ്ങളും ചിന്തിച്ചു വാഴ്ക നീ. ഭോഗങ്ങളെല്ലാം ഭുജിച്ച് ചിരം പുനരേകഭാവം ഭജിച്ച് ഈടുകെന്നോടു നീ. ദിവ്യാംബരാഭരണങ്ങളെല്ലാം കൊടുത്ത അവ്യാജഭക്തന് യാത്ര വഴങ്ങിനാൻ. പ്രേമഭാരേണ വിയോഗ ദുഃഖം കൊണ്ട് രാമനാലാശ്ലിഷ്ടനായ ഗുഹൻ തഥാ ഗംഗാ നദീ പരിശോഭിതമായൊരു ശൃംഗിവേരം പ്രവേശിച്ചു മരുവിനാൻ. മൂല്യമില്ലാത വസ്ത്രാഭരണങ്ങളും മാല്യകളഭ ഹരിചന്ദനാദിയും പിന്നെയും പിന്നെയും വേണ്ടുവോളം നൽകി മന്നവൻ ഗാഠഗാഠം പുണർനാദരാൽ മർക്കടനായകന്മാർക്കും കൊടുത്തുപോയി കിഷ്കിന്ധ പോകെന്ന് അയച്ചരുളീടിനാൻ. സുഗ്രീവനും വിയോഗേന ദുഃഖം കൊണ്ടു കിഷ്കിന്ധ പുക്ക് സുഖിച്ചു മരുവിനാൻ. സീത ജനകനായിടും ജനകനെ പ്രീതിയോടെ പറഞ്ഞാശ്ലേഷവും ചെയ്തു സീതയെ കൊണ്ടുകൊടുപ്പിച്ച് ഓരോ തരം നൂതന പട്ടാംബരാഭരണാദിയും നൽകി വിദേഹരാജ്യത്തിനു പോകെന്ന് പുൽകി കനിവോട് യാത്ര വഴങ്ങിനാൻ. കാശിരാജാവിനും വസ്ത്രാഭരണങ്ങളാശയാനന്ദം വരുമാറു നൽകിനാൻ. പിന്നെ മറ്റുള്ള നൃപന്മാർക്കുമൊക്കവേ മന്നവൻ നിർമ്മല ഭൂഷണാദ്യങ്ങളും സമ്മാനപൂർവം കൊടുത്തയച്ചിടിനാൻ. സമ്മോദം ഉൾക്കൊണ്ടുപോയാരവർകളും നക്തഞ്ചരേന്ദ്രൻ വിഭീഷണൻ അന്നേരം ഭക്ത്യാ നമസ്കരിച്ചാൻ ചരണാംബുജം. മിത്രമായി നീ തുണച്ചോരു മൂലം മമ ശത്രുക്കളെ ജയിച്ചേനൊരു ജാതി ഞാൻ. ആ ചന്ദ്രതാരകം ലങ്കയിൽ വാഴ്ക നീ, നാശം അരികളാലുണ്ടാകയില്ലതേ. എന്നെ മറന്നു പോകാതെ നിരൂപിച്ച് പുണ്യജനാധിപനായി വസിച്ചിടടോ. വിഷ്ണുലിംഗത്തെയും പൂജിച്ച് നിത്യവും വിഷ്ണുപരായണനായി വിശുദ്ധാത്മനാമുക്തനായി വാണിയിടുകെന്ന് നിയോഗിച്ചു. മുക്താഫലമണി സ്വർണഭാരങ്ങളും ആവോളവും കൊടുത്താശ പോവാനയച്ച് ആവിർമുദ പുണർനീടിനാൻ. പിന്നെയും ചിത്തെ വിയോഗ ദുഃഖം കൊണ്ടു കണ്ണുനീര് അത്യർത്ഥമിറ്റിറ്റു വീണും വണങ്ങിയും ഗദ്ഗദവർണ്ണേന യാത്രയും ചൊല്ലിനാൻ. നിർഗമിച്ചാനൊരു ജാതി വിഭീഷണൻ ലങ്കയിൽ ചെന്നു സുഹൃദ്ജനത്തോടും ആതങ്കമൊഴിഞ്ഞ് സുഖിച്ചു വാണിടിനാൻ. ശ്രീരാമൻ്റെ രാജ്യഭാര ഫലം. ജാനകി ദേവിയോടും കൂടി രാഘവനാനന്ദം ഉൾക്കൊണ്ട് രാജഭോഗാന്വിതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ച് നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്ക് വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ.
വൈധവ്യ ദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധി ഭയവും ഒരുത്തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യുഭയവും ഒരുത്തർക്കുമില്ലല്ലോ. ബാലമരണമകപ്പെടുമാറില്ല കാലേ വരുഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളത് ഒന്നുമിളക്കം വരുത്തുകില്ലാരുമേ. എല്ലാവനുമുണ്ട് അനുകമ്പ മാനസേ, നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരദാനങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ട് നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്ക് ലോകാന്തര സുഖമെന്തോ നിതിൽ പരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നു മേ വീടിനാർ. രാമായണത്തിൻ്റെ ഫലശ്രുതി. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം. അധ്യയനം ചെയ്യിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർദ്ധാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ. സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകിലർദ്ധവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും. അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാർത്ഥമായുടനുടൻ ഉണ്ടാകുമാധികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃ ഗണ താപസ മുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടം. അധ്യാത്മരാമായണം പരമേശ്വരനദ്രിസുതയ്ക്ക് ഉപദേശിച്ചിതാദരാൽ. നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്യിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം. പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും. ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇതി അധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡം സമാപ്തം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമം പൂർവതപോവനാ നിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. വൈദേഹീഹരണം ജടായുമരണം. സുഗ്രീവസംഭാഷണം ബാലീ നിഗ്രഹണം. സമുദ്രതരണം ലങ്കാപുരീ മർദ്ദനം. പശ്ചാത് രാവണകുംഭകർണനിധനം. യദ്യത് രാമായണം പവനതനയ ചേത പങ്കജാർക്കം മുനീന്ദ്രൈ. അനുദിനമനുസേവ്യം കോമളം ശ്യാമളാംഗം. ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം. കരധൃതശരചാപം നൗമി ബില്വാദ്രിനാഥം. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.